ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് മീനു. ഇന്ന് നമ്മൾ തമിഴിൽ കണ്ട പോലെ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. നമ്മുടെ ബോളിവുഡ് ആക്ട്രസ് ആലിയ ഭട്ട് അവരുടെ സ്കിൻ കെയറിൽ അവരുടെ ഫേവറേറ്റ് സാറാണ് കേട്ടോ നിയാസിനമിഡ് എന്ന് പറഞ്ഞ സാറാം. അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അവൈലബിൾ ആണെങ്കിൽ തന്നെ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നേക്കാളും അധികമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡ്യൂപ്പായിട്ട് വന്നേക്കുന്നതാണ് ഡെർംഡോക്കിൻ്റെ 10% നിയാസിനമിഡ് സെറം കേട്ടോ. ഇത് പർപ്പിളിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഇതിന് 15 മില്ലിക്ക് 269 രൂപയാണ്. ഇത് ഞാൻ വാങ്ങിക്കാൻ കാരണം നമ്മുടെ യൂട്യൂബിൽ ഭയങ്കര തരംഗമായിട്ട് മാറിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു സെറം. എവിടെ നോക്കിയാലും കാണാം ഈ സെറത്തിൻ്റെ ഒന്നില്ലെങ്കിൽ റിവ്യൂ, അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടെ. ഈ സെറം ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും. യൂട്യൂബിൽ ഇത് ഭയങ്കരമായിട്ട് തരംഗമായി മാറിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാനങ്ങനെ പ്രൊഡക്റ്റുകളൊന്നും ഇങ്ങനത്തെ സെറംസ് ഒന്നും യൂസ് ചെയ്യാത്ത ആളാണ് കേട്ടോ. അപ്പം ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഈ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര പിഗ്മെൻറ്റേഷനും അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഫേസൊക്കെ ഡള്ളായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നെ എൻ്റെ കസിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നല്ലതാണ് യൂസ് ചെയ്ത് നോക്കാനൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഇത്. അപ്പം അങ്ങനെയാണ് ഞാൻ വാങ്ങിക്കാൻ കാരണം. വാങ്ങിച്ചിട്ട് ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്ഥിരം പരിപാടിയൊക്കെ തന്നെ, എന്ത് പ്രൊഡക്റ്റ് കിട്ടിയാലും വാരി പൊത്തലൊക്കെയാണ് പരിപാടി. എനിക്കും അതേപോലെ തന്നെയായിരുന്നു കേട്ടോ. ഞാനതേ നമ്മളിപ്പോൾ സെറം യൂസ് ചെയ്യുമ്പോൾ ഇത് എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡോട്ട് ഇടാൻ പാടില്ല എന്നാണ് യൂട്യൂബിലൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയാണ് ഫസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വാരിപ്പൊത്തി. പക്ഷെ അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കുറേ പേർക്കൊക്കെ പിമ്പിൾസും ഇതൊക്കെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും വന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ തന്നെ പറ്റിയത് 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ തന്നെയാണ് ഞാൻ പറ്റിയത്. പിന്നെയാണ് ഞാൻ ഓരോ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അറിയണേ അങ്ങനെ പറ്റാൻ പാടില്ല. നമ്മുടെ ഈ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കണം എന്നാണ് യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടത്, വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ഫസ്റ്റൊക്കെ വാരി പൊത്തിയിട്ടാണ്. പക്ഷെ എനിക്ക് അതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റ് ഒന്നും തോന്നിയില്ല കേട്ടോ. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടുണ്ടായില്ല. ഓരോരുത്തരുടെ ഫേസ് അനുസരിച്ചിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ ഇത് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് സെറം യൂസ് ചെയ്യണത്. ഇതുവരെ ഞാൻ സെറം യൂസ് ചെയ്തിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് സെറം കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സെറം നല്ല അടിപൊളി സെറം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. എനിക്കിത് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പിഗ്മെൻറ്റേഷനൊക്കെ മാറി. അതേപോലെ തന്നെ നല്ല ചേഞ്ചസ് ഉണ്ട് കേട്ടോ. നല്ല ഫേസിൽ നല്ല ഗ്ലോ ഒക്കെ വരുന്ന സെറാണ്. എനിക്ക് ഭയങ്കര പേഴ്സണലി യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരു സെറാണ് കേട്ടോ. അതെൻ്റെ ഫസ്റ്റത്തെ യൂസ് ആയതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സെറം യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടോ. നല്ല കിടിലൻ റിസൾട്ടാണ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആണ്. എനിക്കങ്ങനെ സൈഡ് എഫക്റ്റ് ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. ചിലവർക്ക് സൈഡ് എഫക്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എനിക്കങ്ങനെ സൈഡ് എഫക്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ നല്ല കുറയ്ക്കണതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ ഇപ്പം നിങ്ങൾ സെറംസ് ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, എന്നെ പോലെ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറ്റിയൊരു സെറം കേട്ടോ. ഈ ഒരു ഡെർംഡോക്കിൻ്റെ 10% അഫോർഡബിളും ആണ്. അതേപോലെ തന്നെ നല്ല ചേഞ്ചസ് കിട്ടുന്ന ഒരു അടിപൊളി സെറം ഉണ്ടോ. അപ്പം നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് കൂടെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.